Purpose of a condenser in the ignition system of a petrol engine is to option A. Regulate current produced by the dynamo. Option B. Set up the primary voltage. Option C. Avoid arcing across the contact breaker points. Option D. Distribute high voltage to the engine cylinder according to the firing order. ഇവിടെ ആർക്കിങ് ഒഴിവാക്കുക എന്നുള്ളതാണ് കണ്ടൻസറിൻ്റെ ഫങ്ഷനായിട്ട് വരുന്നത്. ഓപ്ഷൻ സി ആണ് ആൻസർ വരുന്നത്. ദ നെക്സ്റ്റ് വൺ, ഹയർ ഒക്ടൈൻ റേറ്റിംഗ് ഓഫ് എ SI എൻജിൻ ഫ്യൂവൽ ഇൻഡിക്കേറ്റ്സ് ദാറ്റ് ദ ഫ്യൂവൽ ഹാസ് ഓപ്ഷൻ എ ഹയർ ഹീറ്റിംഗ് വാല്യൂ. ഓപ്ഷൻ ബി ലോങ്ങർ ഇഗ്നിഷൻ ഡിലേ. ഓപ്ഷൻ സി ഹയർ ഫ്ലാഷ് പോയിൻ്റ്. ഓപ്ഷൻ ഡി ലോവർ വോളറ്റൈലിറ്റി. അപ്പോൾ ഹൈ ഒക്ടൈൻ റേറ്റിംഗ് എന്ന് പറഞ്ഞാൽ മീൻ ചെയ്യുന്നത് ലോങ്ങർ ഇഗ്നീഷൻ ഡിലേ ആണ്. ലോങ്ങർ ഇഗ്നീഷൻ ഡിലേ. ഓപ്ഷൻ ബി ആണ് ഇവിടെ ആൻസർ വരുന്നത്. The next one, knocking tendency in a SI engine reduces with increasing option A engine speed, option B compression ratio, option C supercharging, option D volt temperature. Knocking tendency reduce ചെയ്യുന്നത് with increase in engine speed ആണ്. അപ്പോൾ engine speed ആണ് ആൻസർ വരുന്നത്. The next one, reference fuels used for cetane rating of combustion ignition engine fuels would include option A cetane and N-heptane, option B cetane and isooctane, option C cetane and tetraethyl lead, option D cetane and alpha methyl naphthalene. ഇതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്, cetane and alpha methyl naphthalene. The next one, octane number of LPG fuel is option A lower than N-heptane, option B lower than isooctane, option C higher than isooctane, option D equal to isooctane. LPG ഫ്യൂവലിൻ്റെ ഒക്ടൈൻ നമ്പർ എന്ന് പറയുന്നത് ഹയർ ദാൻ ഐസോ ഒക്ടൈൻ ആണ്. ഓപ്ഷൻ സി ആണ് ആൻസർ വന്നിരിക്കുന്നത്. നെക്സ്റ്റ് വൺ, അക്യുമുലേഷൻ ഓഫ് കാർബൺ ഡെപ്പോസിറ്റ് ഓൺ കമ്പഷൻ ചേംബർ ഓഫ് ആൻ IC എൻജിൻ ലീഡ്സ് ടു ഇൻക്രീസ് ഇൻ ഓപ്ഷൻ എ ക്ലിയറൻസ് വോളിയം, ഓപ്ഷൻ ബി സ്വെപ്റ്റ് വോളിയം, ഓപ്ഷൻ സി ക്ലിയറൻസ് റേഷ്യോ, ഓപ്ഷൻ ഡി കംപ്രഷൻ റേഷ്യോ. ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ വരുന്നത് കംപ്രഷൻ റേഷ്യോ ആണ്. നെക്സ്റ്റ് വൺ, ഇൻ എ ഡീസൽ സൈക്കിൾ ഹീറ്റ് റിജക്ഷൻ ടേക്സ് പ്ലേസ് അറ്റ് കോൺസ്റ്റൻറ്റ് വോളിയം, കോൺസ്റ്റൻറ്റ് പ്രഷർ, കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ, കോൺസ്റ്റൻറ്റ് എൻതാൽപ്പി. അപ്പോൾ ക്വസ്റ്റ്യൻ നല്ലപോലെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമ്മൾ ഡീസൽ സൈക്കിൾ എന്ന് പറയുമ്പോൾ കോൺസ്റ്റൻറ്റ് പ്രഷർ സൈക്കിൾ എന്നാണ് വിളിക്കാറ്. പക്ഷേ ഇവിടെ ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത് ഹീറ്റ് റിജക്ഷൻ ആണ്. അപ്പോൾ ഹീറ്റ് അഡീഷൻ നടക്കുന്നത് കോൺസ്റ്റൻറ്റ് പ്രഷറിലായതുകൊണ്ടാണ് ഡീസൽ സൈക്കിളിനെ കോൺസ്റ്റൻറ്റ് പ്രഷർ സൈക്കിൾ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഹീറ്റ് റിജക്ഷൻ നടക്കുന്നത് കോൺസ്റ്റൻറ്റ് വോളിയത്തിലാണ്. അപ്പോൾ ഇവിടുത്തെ ആൻസർ വരുന്നത് കോൺസ്റ്റൻറ്റ് വോളിയമാണ്. ദ നെക്സ്റ്റ് വൺ, എ ഹുക്സ് ജോയിൻറ്റ് ഇൻ ആൻ ഓട്ടോമൊബൈൽ ട്രാൻസ്മിഷൻ സിസ്റ്റം ഈസ് preferred when the driving and driven shafts are option A parallel and non-intersecting, option B parallel and intersecting, option C non-parallel and intersecting, option D non-parallel and non-intersecting. ഇതിൻ്റെ ആൻസർ വരുന്നത് നോൺ പാരലൽ ആൻഡ് ഇൻ്റർസെക്റ്റിംഗ് ആണ്. അപ്പോൾ അത്തരത്തിലുള്ള ഫംഗ്ഷന് വേണ്ടിയിട്ടാണ് ഹുക്സ് ജോയിൻ്റ് യൂസ് ചെയ്യുന്നത്. The next one, reboring of an engine cylinder to the next oversize would slightly. Option A increase the stroke length, option B increase the stroke volume, option C decrease the compression ratio, option D decrease the
ക്ലിയറൻസ് വോളിയം. അപ്പോൾ അവിടെ റീബോറിങ് ചെയ്ത് കഴിഞ്ഞാൽ സ്ട്രോക്ക് വോളിയം ഇൻക്രീസ് ആവുകയാണ് ചെയ്യുക. ആൻസർ വരുന്നത് ഇൻക്രീസ് ദ സ്ട്രോക്ക് വോളിയം ആണ്. The next one, the standard firing order of a 6-cylinder inline left hand crankshaft is option A 142635, option B 153624, option C 124653, ഓപ്ഷൻ ഡി 135642. ഇതിൻ്റെ ആൻസർ വരുന്നത് 142635 ആണ്. അപ്പോൾ 6 സിലിണ്ടറിൻ്റെ ഇൻലൈൻ ലെഫ്റ്റ് ഹാൻഡ് ക്രാങ്ക് ഷാഫ്റ്റ് വരുന്ന കേസിലുള്ള സ്റ്റാൻഡേർഡ് ഫയറിംഗ് ഓർഡർ 142635 ആണ്. ദ നെക്സ്റ്റ് വൺ, സിലിണ്ടർ ബ്ലോക്ക് കൺസ്ട്രക്ഷൻ ബൈ മോണോ ബ്ലോക്ക് ഈസ് പ്രിഫേർഡ് ടു individual cylinder construction because of option A compact engine size, option B easy manufacturing operations, option C better water sealed joint, option D all of the above. ഇൻഡിവിജ്വൽ സിലിണ്ടർ കൺസ്ട്രക്ഷന് കാരണമാക്കുന്നത് ഈ പറഞ്ഞിരിക്കുന്ന റീസൺസ് എല്ലാം വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓപ്ഷൻ ഡി ആണ് ആൻസർ വരുന്നത്. ദ നെക്സ്റ്റ് വൺ, a loose fit between a dry cylinder liner and cylinder block would cause option A hot spot, option B high operating temperature, option C distortion of a cylinder block, option D stress concentration. അപ്പോൾ ഹൈ ഓപ്പറേറ്റിംഗ് ടെമ്പറേച്ചർ ആണ് ഈ ഒരു പ്രശ്നം ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഓപ്ഷൻ ബി ആണ് ആൻസർ. The next one, the part of the piston intended to strengthen the piston head so as to withstand the force of explosion is option A piston skirt, option B piston boss, option C piston land, option D piston web. അത് പിസ്റ്റൺ വെബാണ് ഇതിൻ്റെ ആൻസർ വരുന്നത്. പിസ്റ്റൺ വെബാണ് ഈ ഒരു എക്സ്പ്ലോഷൻ്റെ ഫോഴ്സ് വിസ്റ്റാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒരു എലമെൻ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ, ഇൻ കേസ് ഓഫ് ഓഫ്സെറ്റ് പിസ്റ്റൺസ് ദ പിസ്റ്റൺ പിൻ ഹോൾ ആക്സിസ് ഈസ് മെയ്ഡ് ഓഫ്സെറ്റ് ഫ്രം ദ സിലിണ്ടർ സെൻട്രൽ ലൈൻ ടുവേർഡ്സ് ദ ഓപ്ഷൻ എ മേജർ ത്രസ്റ്റ് സൈഡ്, ഓപ്ഷൻ ബി മൈനർ ത്രസ്റ്റ് സൈഡ്, ഓപ്ഷൻ സി മേജർ ഓർ മൈനർ ത്രസ്റ്റ് സൈഡ്, ഓപ്ഷൻ ഡി നോൺ ത്രസ്റ്റ് സൈഡ്. ഓഫ്സെറ്റ് പിസ്റ്റൺ ആവുന്ന സമയത്ത് ഓപ്ഷൻ സി മേജർ ഓർ മൈനർ ത്രസ്റ്റ് സൈഡ് ആണ് ആൻസർ വരുന്നത്. ദ നെക്സ്റ്റ് വൺ, ഓൾ ഓഫ് ദ ഫോളോയിങ് ആർ ദ മെറിറ്റ്സ് ഓഫ് എ സൈഡ് വാൽവ്, അതായത് എൽ ഹെഡ് ഓപ്പറേറ്റിംഗ് മെക്കാനിസം എക്സെപ്റ്റ് ഓപ്ഷൻ എ ഹൈ വോളിമെട്രിക് എഫിഷ്യൻസി, ഓപ്ഷൻ ബി ലോ എൻജിൻ ഹൈറ്റ്, ഓപ്ഷൻ സി ലോ പ്രൊഡക്ഷൻ കോസ്റ്റ്, ഓപ്ഷൻ ഡി സൈലൻറ്റ് ഓപ്പറേഷൻ. അപ്പോൾ ഹൈ വോളിമെട്രിക് എഫിഷ്യൻസി ആണ് ഇവിടുത്തെ ആൻസർ വരുന്നത്. ദ നെക്സ്റ്റ് വൺ, ബെൻഡ് ഓഫ് എ വാൽവ് സ്റ്റെം ക്യാൻ ബി സ്ട്രൈറ്റൻഡ് ബൈ ഓപ്ഷൻ എ വാൽവ് സ്റ്റെം സ്ട്രൈറ്റ്നർ, ഓപ്ഷൻ ബി വാൽവ് സ്റ്റെം ഗ്രൈൻഡർ, ഓപ്ഷൻ സി ഡയൽ ഗേജ്, ഓപ്ഷൻ ഡി നൺ ഓഫ് ദി എബോവ്. ഇപ്പോൾ വാൽവ് സ്റ്റെമ്മിൻ്റെ ബെൻഡ് സ്ട്രെങ്തൻ ചെയ്യുന്നത് ഇതിൽ പറഞ്ഞിരിക്കുന്ന ഡിവൈസുകളൊന്നും യൂസ് ചെയ്തിട്ടല്ല. അപ്പോൾ ഇവിടുത്തെ ആൻസർ നൺ ഓഫ് ദി എബോവ് ആണ് വരുന്നത്. The next one, what could be the probable reason of necking of valve stem? Option A leakage of gases at valve seat, option B excessive valve clearance, option C lack of valve lubrication, option D weak valve spring.
അപ്പോൾ ഇവിടുത്തെ ആൻസർ വരുന്നത് ലീക്കേജ് ഓഫ് ഗ്യാസസ് അറ്റ് വാൽവ് സീറ്റാണ്. അപ്പോൾ അതാണ് നെക്കിങ്ങിൻ്റെ കാരണമായിട്ട് വരുന്നത്. The next one, engine lubricating oil pump is usually driven by a option A crankshaft pulley, option B camshaft gear, option C lay shaft gear, option D main shaft gear. camshaft gear ആണ് engine lubricating oil pumpനെ driven ചെയ്യുന്നത്. The next one, the purpose of a radiator pressure cap is to maintain the working pressure of a water cooling system. Option A equal to the atmospheric pressure, option B higher than the atmospheric pressure, option C less than the atmospheric pressure, option D independent of atmospheric pressure. ഇവിടെ റേഡിയേറ്റർ പ്രഷർ ക്യാപ്പിൻ്റെ ഫങ്ഷൻ എന്ന് പറയുന്നത് ആ ഒരു സിസ്റ്റത്തിനെ ഹയർ ദാൻ ദ അറ്റ്മോസ്ഫിയറിക് പ്രഷറിൽ നിലനിർത്തുക എന്നുള്ളതാണ്. അപ്പോൾ ഇവിടുത്തെ ആൻസർ ഓപ്ഷൻ ബി ആണ്. ദ നെക്സ്റ്റ് വൺ, വിച്ച് ഈസ് നോട്ട് ആൻ അഡ്വാൻറ്റേജ് ഓഫ് മൾട്ടി സിലിണ്ടർ എയർ കൂൾഡ് എൻജിൻസ് വെൻ കമ്പയർഡ് ടു മൾട്ടി സിലിണ്ടർ വാട്ടർ കൂൾഡ് എൻജിൻസ്. ഓപ്ഷൻ എ ഗെറ്റ്സ് വാംഡ് അപ്പ് ക്വിക്ലി, ഓപ്ഷൻ ബി ലൈറ്റർ ഇൻ വെയ്റ്റ്, option C maintains uniform cooling around the cylinders, option D easy maintenance. ഇവിടെ ഓപ്ഷൻ സി ആണ് ആൻസർ വരുന്നത്. നോട്ട് ആൻ അഡ്വാൻറ്റേജ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഇപ്പോൾ യൂണിഫോം കൂളിംഗ് ഓൾ അറൗണ്ട് ദ സിലിണ്ടേഴ്സ് ആ ഒരു എയർ കൂളിങ്ങിൽ കിട്ടണമെന്ന് നിർബന്ധമില്ല. അപ്പോൾ വാട്ടർ കൂളിംഗ് ആകുമ്പോൾ നമുക്ക് ജാക്കറ്റൊക്കെ വഴി യൂണിഫോം കൂളിംഗ് പ്രൊവൈഡ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇവിടുത്തെ ആൻസർ ഓപ്ഷൻ സി ആണ്. ദ നെക്സ്റ്റ് വൺ, ദ പാർട്ട് ഓഫ് ആൻ ഓവർ ഹെഡ് വാൽവ് മെക്കാനിസം അറേഞ്ച്ഡ് ബിറ്റ്വീൻ ദ വാൽവ് ടാപ്പറ്റ് ആൻഡ് റോക്കർ ആം ഈസ്. ഓപ്ഷൻ എ പുൾ റോഡ്, ഓപ്ഷൻ ബി പുഷ് റോഡ്, ഓപ്ഷൻ സി ടൈ റോഡ്, ഓപ്ഷൻ ഡി പുൾ ആൻഡ് പുഷ് റോഡ്. 23B ആണ് ആൻസർ വരുന്നത്, പുഷ് റോഡ്. The next one, specific gravity of a lubricating oil can be determined by option A rotameter, option B orifice meter, option C anemometer, option D hydrometer. ഹൈഡ്രോമീറ്റർ ആണ് സ്പെസിഫിക് ഗ്രാവിറ്റി കണ്ടുപിടിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. ഓപ്ഷൻ ഡി ആണ് ആൻസർ. ദ നെക്സ്റ്റ് വൺ, എ മാനുവൽ മെത്തേഡ് കോമൺലി യൂസ്ഡ് ഫോർ മെഷറിംഗ് ദ എൻജിൻ ലൂബ്രിക്കേറ്റിംഗ് ഓയിൽ ലെവൽ ഈസ്. Option A an oil level indicator, option B an oil pressure gauge, option C an oil dip stick, option D an oil pressure warning light. അപ്പോൾ ഇവിടെ an oil dip stick ആണ് നമ്മൾ യൂസ് ചെയ്യാറ് മാനുവൽ മെത്തേഡായിട്ട് ഓയിൽ ലെവൽ ചെക്ക് ചെയ്യുന്നതിനായിട്ട്. ഓപ്ഷൻ സി ആണ് ആൻസർ. ദ നെക്സ്റ്റ് വൺ, engine lubricating oil pumps are usually positive displacement types because they are suitable for option A high pressure ratio, high discharge, high speed applications, variable speed applications. ഈ ഒരു ക്വസ്റ്റ്യൻ PSC ക്യാൻസൽ ചെയ്തിട്ടുണ്ട്. The next one, in a positive crankcase ventilation system, the blow-by gas drawn from the crankcase is fed to the option A combustion chamber, option B air vent open to the atmosphere, option C inlet manifold, option D exhaust manifold. ഇതിൻ്റെ ആൻസർ വരുന്നത് ഇൻലെറ്റ് മാനിഫോൾഡ് ആണ്, ഓപ്ഷൻ സി. The next one, the part of a carburetor where air velocity is maximum is called option A air horn, option B venturi, option C metering jet, option D nozzle. ഇപ്പോൾ വെഞ്ചറി എന്നാണ് മാക്സിമം വെലോസിറ്റി ഉള്ള ആ പോയിന്റിനെ നമ്മൾ വിളിക്കാറ്.
അപ്പോൾ അത് കാർബറേറ്ററിൻ്റെ പാർട്ടായിട്ടുള്ള മാക്സിമം എയർ വെലോസിറ്റി വരുന്ന ഏരിയയാണ് വെഞ്ചുറി എന്ന് പറയുന്നത്. ദ നെക്സ്റ്റ് വൺ, എ പെട്രോൾ എഞ്ചിൻ റിക്വയർസ് എ ലീൻ എയർ ഫ്യൂൽ മിക്സ്ചർ അറ്റ് ഓപ്ഷൻ എ ക്രൂയിസിംഗ്, ഓപ്ഷൻ ബി ഐഡ്ലിംഗ്, ഓപ്ഷൻ സി സ്റ്റാർട്ടിംഗ്, ഓപ്ഷൻ ഡി ആക്സിലറേഷൻ. ക്രൂയിസിങ്ങിൻ്റെ സമയത്താണ് ലീൻ എയർ ഫ്യൂൽ മിക്സ്ചർ ആവശ്യമായിട്ടുള്ളത്. ഓപ്ഷൻ എ ആണ് ആൻസർ വരുന്നത്. ദ നെക്സ്റ്റ് വൺ, വിച്ച് ഓഫ് ദ ഫോളോയിങ് കാർബറേറ്റേഴ്സ് ഡസ് നോട്ട് കണ്ടെയ്ൻ സെപ്പറേറ്റ് ആക്സിലറേറ്റിംഗ് പമ്പ് സർക്യൂട്ട്? ഓപ്ഷൻ എ സോളക്സ് കാർബറേറ്റർ, ഓപ്ഷൻ ബി സെനിറ്റ് കാർബറേറ്റർ, ഓപ്ഷൻ സി കാർട്ടർ കാർബറേറ്റർ, ഓപ്ഷൻ ഡി SU കാർബറേറ്റർ. അപ്പോൾ SU കാർബറേറ്ററിനാണ് സെപ്പറേറ്റ് ആക്സിലറേറ്റിംഗ് പമ്പ് സർക്യൂട്ട് ആവശ്യമായി വരാത്തത്. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് ആൻസർ വരുന്നത്. നെക്സ്റ്റ് വൺ, ഇൻ കാർബറേറ്റേഴ്സ് കോമ്പൻസേറ്റിംഗ് ഡിവൈസസ് ആർ യൂസ്ഡ് ടു പ്രൊവൈഡ് ഓപ്ഷൻ എ റിച്ച് മിക്സ്ചർ ഇൻ സ്മോൾ ക്വാണ്ടിറ്റി ഡ്യൂറിങ് ഐഡ്ലിംഗ്, ഓപ്ഷൻ ബി എ ലീൻ മിക്സ്ചർ അറ്റ് ഹയർ ആൾട്ടിറ്റ്യൂഡ്സ്, ഓപ്ഷൻ സി കറക്റ്റ് പ്രൊപ്പോർഷൻസ് ഓഫ് ഫ്യൂവൽ എയർ മിക്സ്ചർ അറ്റ് ഓൾ സ്പീഡ്സ്, ഓപ്ഷൻ ഡി കെമിക്കലി കറക്റ്റ് ഫ്യൂവൽ എ മിക്സ്ചർ അറ്റ് ഓൾ എൻജിൻ ഓപ്പറേറ്റിംഗ് കണ്ടീഷൻസ്. ഇപ്പോൾ കോമ്പൻസേറ്റിംഗ് ഡിവൈസസ് യൂസ് ചെയ്യുന്നത് കറക്റ്റ് പ്രൊപ്പോർഷൻ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഓൾ സ്പീഡിൽ. ഓപ്ഷൻ സി ആണ് അതിൻ്റെ ആൻസർ വരുന്നത്. ദ നെക്സ്റ്റ് വൺ, which is not correct as regards to an open type combustion chamber? Option A smooth running, option B low fuel consumption, option C no auxiliary starting devices are required, option D lower surface area to volume ratio. ഇപ്പോൾ സ്മൂത്ത് റണ്ണിങ് ആണ് ഇതിൽ കറക്റ്റ് അല്ലാത്തത്. ഓപ്ഷൻ എ ആണ് ഇവിടുത്തെ ആൻസർ വരുന്നത്. ദ നെക്സ്റ്റ് വൺ, മൾട്ടി ഹോൾ ടൈപ്പ് ഡീസൽ ഇഞ്ചക്ടേഴ്സ് ആർ ജനറലി എംപ്ലോയിഡ് ഇൻ ഓപ്ഷൻ എ എനർജി സെൽസ്, ഓപ്ഷൻ ബി ഓപ്പൺ കമ്പഷൻ ചേമ്പേഴ്സ്, ഓപ്ഷൻ സി പ്രീ കമ്പഷൻ ചേമ്പർ, ഓപ്ഷൻ ഡി ടർബുലൻസ് ചേമ്പേഴ്സ്. ഓപ്പൺ കമ്പഷൻ ചേമ്പറാണ് ഇതിന് ആൻസർ വരുന്നത്. ഇപ്പോൾ മൾട്ടി ഹോൾ ടൈപ്പ് ഡീസൽ ഇഞ്ചക്ടേഴ്സ് ഓപ്പൺ കമ്പഷൻ ചേമ്പറിലാണ് കാണാറുള്ളത്. ദ നെക്സ്റ്റ് വൺ, ദ ടെസ്റ്റിംഗ് ആൻഡ് അഡ്ജസ്റ്റ്മെൻറ്റ് ഓഫ് എ ഡീസൽ ഇഞ്ചക്ഷൻ പമ്പ് ഫോർ ദ ആക്യുറസി ഓഫ് ഇറ്റ്സ് ഫയറിംഗ് ഇൻ്റർവെൽ ഈസ് നോൺ ആസ്? ഓപ്ഷൻ എ കാലിബ്രേഷൻ, ഓപ്ഷൻ ബി ഗവേണിംഗ്, ഓപ്ഷൻ സി ഫേസിംഗ്, ഓപ്ഷൻ ഡി സ്റ്റെബിലൈസിംഗ്. ഇപ്പോൾ ഫേസിംഗ് ആണ് ഇതിൻ്റെ ആൻസർ വരുന്നത്. ഓപ്ഷൻ സി ഫേസിംഗ് ആണ് ആൻസർ. നെക്സ്റ്റ് വൺ, ഓൾ ഓഫ് ദ ഫോളോയിങ് പാരാമീറ്റേഴ്സ് ഹാമ്പർ നോക്കിംഗ് ടെൻഡൻസി ഇൻ എ കംപ്രഷൻ ഇഗ്നീഷൻ എഞ്ചിൻ എക്സെപ്റ്റ് ഓപ്ഷൻ എ ഏർലി ഇഗ്നീഷൻ ഓഫ് ഫ്യൂവൽ, ഓപ്ഷൻ ബി ഹയർ കംപ്രഷൻ റേഷ്യോ, ഓപ്ഷൻ സി ഹൈ എൻജിൻ ലോഡ്, ഓപ്ഷൻ ഡി ഹൈ ഇൻലെറ്റ് പ്രഷർ ആൻഡ് ടെമ്പറേച്ചർ. ഏർലി ഇഞ്ചക്ഷൻ ഓഫ് ഫ്യൂവലാണ് ഇതിൻ്റെ റീസൺ ആയിട്ട് വരുന്നത്. ഇപ്പോൾ ഇവിടുത്തെ ആൻസർ വരുന്നത് ഏർലി ഇഞ്ചക്ഷൻ ഓഫ് ഫ്യൂവലാണ്. The next one, in a can type ignition coil, the secondary winding is first wound over. Option A, a laminated aluminum core, option B, a porcelain core, option C, a laminated iron core, option D, primary winding. ഇവിടുത്തെ ആൻസർ ലാമിനേറ്റഡ് അയൺ കോർ ആണ്. The next one,
vacuum advance mechanism for ignition advance in a petrol engine performs effectively at option A part throttle opening, option B full throttle opening, option C full throttle closing, option D full choke opening. പാർട്ട് ത്രോട്ടിൽ ഓപ്പണിംഗ് ആണ് ഇതിൻ്റെ ആൻസർ വരുന്നത്. ദ നെക്സ്റ്റ് വൺ, ഇൻസഫിഷ്യൻറ്റ് കോണ്ടാക്ട് ബ്രേക്കർ ഗ്യാപ്പ് റിസൾട്ട്സ് ഇൻ ഓപ്ഷൻ എ അഡ്വാൻസ്ഡ് ഇഗ്നിഷൻ ടൈമിംഗ്, ഓപ്ഷൻ ബി എൻജിൻ മിസ്ഫയറിംഗ് അറ്റ് ഹൈ സ്പീഡ്സ്, ഓപ്ഷൻ സി ഡിക്രീസ്ഡ് ഡ്വെല്ല്, ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദി എബോവ്. എൻജിൻ മിസ്ഫയറിംഗ് അറ്റ് ഹൈ സ്പീഡാണ് ഇൻസഫിഷ്യൻറ്റ് കോണ്ടാക്റ്റ് ബ്രേക്കർ ഗ്യാപ്പിൻ്റെ പ്രശ്നമായിട്ട് വരുന്നത്. ഓപ്ഷൻ ബി ആണ് ആൻസർ. ദ നെക്സ്റ്റ് വൺ, സ്പാർക്ക് പ്ലഗ് ഗ്യാപ്പ് ഈസ് ജനറലി മെഷേർഡ് ബൈ എ, ഓപ്ഷൻ എ വെർനിയർ ഡെപ്ത് ഗേജ്, ഓപ്ഷൻ ബി ഡയൽ ഗേജ്, ഓപ്ഷൻ സി ഫീലർ ഗേജ്, ഓപ്ഷൻ ഡി മൈക്രോമീറ്റർ. അപ്പോൾ നമുക്കറിയാം, എല്ലാവർക്കും ഫെമിലിയർ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണിത്. ഓപ്ഷൻ സി ഫീലർ ഗേജ് ആണ് സ്പാർക്ക് പ്ലഗ് ഗ്യാപ്പ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. ദ നെക്സ്റ്റ് വൺ, ദ നെഗറ്റീവ് പ്ലേറ്റ് ഓഫ് എ ഫുള്ളി ഡിസ്ചാർജ്ഡ് ലെഡ് ആസിഡ് ബാറ്ററി കണ്ടെയ്ൻസ്, ഓപ്ഷൻ എ പി ബി, ഓപ്ഷൻ ബി PbO2, ഓപ്ഷൻ സി H2SO4, ഓപ്ഷൻ ഡി PbSO4. PbSO4 ആണ് ഫുള്ളി ഡിസ്ചാർജ് ആയിട്ടുള്ള ലെഡ് ആസിഡ് ബാറ്ററിയുടെ നെഗറ്റീവ് പ്ലേറ്റിൽ ഉണ്ടായിരിക്കുക. ഓപ്ഷൻ ഡി PbSO4. The next one, the state of charge of a lead acid battery under actual operating conditions can be tested by option A hydrometer, option B open volt test, option C high discharge test, option D growler test. ഹൈഡ്രോമീറ്റർ ആണ് ഇതിൻ്റെ ആൻസർ വരുന്നത്. അപ്പോൾ ഹൈഡ്രോമീറ്റർ യൂസ് ചെയ്തിട്ടാണ് അതിൻ്റെ ചാർജിങ് കണ്ടീഷൻ നമുക്ക് ഡിറ്റർമിൻ ചെയ്യാൻ സാധിക്കുന്നത്. ദ നെക്സ്റ്റ് വൺ, ക്രാക്ഡ് സെൽ കവേഴ്സ് ഓഫ് എ ലെഡ് ആസിഡ് ബാറ്ററി ഈസ് എ സിംറ്റം ഓഫ് ഓപ്ഷൻ എ സൾഫേറ്റഡ് ബാറ്ററി, ഓപ്ഷൻ ബി ഓവർ ചാർജ്ഡ് ബാറ്ററി, ഓപ്ഷൻ സി ഹാഫ് ചാർജ്ഡ് ബാറ്ററി, ഓപ്ഷൻ ഡി ഫുള്ളി ചാർജ്ഡ് ബാറ്ററി. അപ്പോൾ ക്രാക്ഡ് സെൽ കവേഴ്സ് വന്നു കഴിഞ്ഞാൽ അത് ഓവർ ചാർജ് ബാറ്ററിയുടെ സിംറ്റമാണ്. ദ നെക്സ്റ്റ് വൺ, ഔട്ട്പുട്ട് ഓഫ് ആൾട്ടർനേറ്റേഴ്സ് എംപ്ലോയിഡ് ഇൻ ഓട്ടോമൊബൈൽ ഇലക്ട്രിക്കൽ സിസ്റ്റം ഈസ് റെഗുലേറ്റഡ് ബൈ ഓപ്ഷൻ എ കട്ട് ഔട്ട് റിലേ, ഓപ്ഷൻ ബി കറണ്ട് റെഗുലേറ്റർ, ഓപ്ഷൻ സി വോൾട്ടേജ് റെഗുലേറ്റർ, ഓപ്ഷൻ ഡി കമ്പൈൻഡ് വോൾട്ടേജ് ആൻഡ് കറണ്ട് റെഗുലേറ്റർ. അത് വോൾട്ടേജ് റെഗുലേറ്ററാണ് ആൻസർ വരുന്നത്. വോൾട്ടേജ് റെഗുലേറ്ററാണ് ഈ കാര്യങ്ങൾ കൺട്രോൾ ചെയ്യാൻ യൂസ് ചെയ്യുന്നത്. ദ നെക്സ്റ്റ് വൺ, ഇൻ ആൻ ആൾട്ടർനേറ്റർ ദ ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ് ഈസ് ഇൻഡ്യൂസ്ഡ് ഇൻ ദ ഓപ്ഷൻ എ സ്റ്റേറ്റർ വൈൻഡിങ്, ഓപ്ഷൻ ബി റോട്ടോർ വൈൻഡിങ്സ്, ഓപ്ഷൻ സി ഡാംപർ വൈൻഡിങ്സ്, ഓപ്ഷൻ ഡി റോട്ടോർ ആൻഡ് ഡാംപർ വൈൻഡിങ്. അപ്പോൾ ഇവിടുത്തെ ആൻസർ വരുന്നത് സ്റ്റേറ്റർ വൈൻഡിങ് ആണ്. അപ്പോൾ EMF പ്രൊഡ്യൂസ് ചെയ്യുന്നത് സ്റ്റേറ്റർ വൈൻഡിങ്ങിലാണ്. ദ നെക്സ്റ്റ് വൺ, DC ജനറേറ്റേഴ്സ് യൂസ്ഡ് ഇൻ ഓട്ടോമൊബൈൽസ് ആർ യൂഷ്വലി ഓഫ് ഓപ്ഷൻ എ സെൽഫ് എക്സൈറ്റഡ് ടൈപ്പ്, ഓപ്ഷൻ ബി സെപ്പറേറ്റ്ലി എക്സൈറ്റഡ് ടൈപ്പ്, ഓപ്ഷൻ സി കോമ്പൗണ്ട് എക്സൈറ്റഡ് ടൈപ്പ്, ഓപ്ഷൻ ഡി പെർമനൻറ്റ് മാഗ്നറ്റ് ടൈപ്പ്. ഇപ്പോൾ സെൽഫ് എക്സൈറ്റഡ് ടൈപ്പ് DC ജനറേറ്ററാണ് ഓട്ടോമൊബൈലിൽ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത്. ദ നെക്സ്റ്റ് വൺ, ഇൻ എ DC generator the effect of flux produced by the armature current on the main magnetic field flux is called option A field excitation, option B field reaction, option C armature excitation, option D armature reaction. ആർമേച്ചർ റിയാക്ഷൻ ആണ് ഇതിൻ്റെ ആൻസർ വരുന്നത്. ഓപ്ഷൻ ഡി ആർമേച്ചർ റിയാക്ഷൻ. The next one, which is not the common component between a DC generator and
an DC generator, DC generator and an alternator. Option A, commutator. Option B, rotor winding. Option C, stator winding. ഓപ്ഷൻ ഡി, കാർബൺ ബ്രഷസ്. അപ്പോൾ കമ്മ്യൂട്ടേറ്റർ ആണ് കോമൺ കോമ്പണൻ്റ് അല്ലാത്തത്. ദ നെക്സ്റ്റ് വൺ, ദ വോൾട്ടേജ് റെഗുലേറ്റർ ഇൻ ദ കമ്പൈൻഡ് വോൾട്ടേജ് ആൻഡ് കറണ്ട് റെഗുലേറ്റർ ഓഫ് DC ചാർജിങ് സർക്യൂട്ട് കണ്ടെയ്ൻസ്. ഓപ്ഷൻ എ, ഷണ്ട് വൈൻഡിങ്. ഓപ്ഷൻ ബി, സീരീസ് വൈൻഡിങ്. ഓപ്ഷൻ സി, ഷണ്ട് ഓർ സീരീസ് വൈൻഡിങ്. ഓപ്ഷൻ ഡി, ഷണ്ട് ആൻഡ് സീരീസ് വൈൻഡിങ്. അപ്പോൾ ഷണ്ട് ആൻഡ് സീരീസ് വൈൻഡിങ് ആണ് ഇതിൻ്റെ ആൻസർ വരുന്നത്. ഷണ്ട് ആൻഡ് സീരീസ് വൈൻഡിങ്, ഓപ്ഷൻ ഡി. ദ നെക്സ്റ്റ് വൺ, an electric motor is a prime mover which converts. Option A, electrical energy into heat energy. Option B, electrical energy into hydraulic energy. Option C, electric energy into mechanical energy. ഓപ്ഷൻ സി ആണ് ഇതിൻ്റെ ആൻസർ വരുന്നത്. ഇലക്ട്രിക് മോട്ടോർ ഈസ് എ പ്രൈം മൂവർ വിച്ച് കൺവേർട്സ് ഇലക്ട്രിക്കൽ എനർജി ഇൻ ടു മെക്കാനിക്കൽ എനർജി. ദ നെക്സ്റ്റ് വൺ, DC സീരീസ് മോട്ടോഴ്സ് ആർ വൈഡ്ലി എംപ്ലോയ്ഡ് ഫോർ എ സ്റ്റാർട്ടിംഗ് ഓട്ടോമൊബൈൽ എൻജിൻസ് ബിക്കോസ് DC സീരീസ് മോട്ടോഴ്സ് ഹാവ്. ഓപ്ഷൻ എ, അപ്രോക്സിമേറ്റ്ലി കോൺസ്റ്റൻറ്റ് സ്പീഡ്. ഓപ്ഷൻ ബി, ലോ സ്പീഡ് അറ്റ് ഹൈ ലോഡ്സ്. ഓപ്ഷൻ സി, ഹൈ ടോർക്ക് അറ്റ് ഹൈ സ്പീഡ്. ഓപ്ഷൻ ഡി, ഹൈ സ്പീഡ് അറ്റ് ഹൈ ലോഡ്സ്. ഇവിടെ ആൻസർ വരുന്നത് ലോ സ്പീഡ് അറ്റ് ഹൈ ലോഡ്സ് ആണ്. അപ്പോൾ നമുക്ക് സാധാരണ ടെൻഡൻസി ഉണ്ടാവുക ഹൈ ടോർക്കാണ്, പക്ഷെ നമുക്ക് സ്റ്റാർട്ടിങ്ങിൽ വരുന്നത് ഹൈ ലോഡാണ്. അപ്പോൾ ആ ടൈമിൽ ലോ സ്പീഡ് പ്രൊവൈഡ് ചെയ്ത് അതിനെ സ്റ്റാർട്ട് ചെയ്യാനൊക്കെ സഹായിക്കുന്നതാണ് DC സീരീസ് മോട്ടോർ. ഓപ്ഷൻ സി എന്നുള്ളത് തെറ്റായ ഉത്തരവാണ്. ഓപ്ഷൻ ബി ആണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ വരുന്നത്. ദ നെക്സ്റ്റ് വൺ, എക്സസീവ് ക്ലച്ച് ഫ്രീ പെഡൽ പ്ലേ വുഡ് കോസ്. ഓപ്ഷൻ എ, ക്ലച്ച് റാറ്റിൽ. ഓപ്ഷൻ ബി, ക്ലച്ച് സ്ലിപ്പ്. ഓപ്ഷൻ സി, ടോർഷണൽ വൈബ്രേഷൻ. ഓപ്ഷൻ ഡി, ക്ലച്ച് ഡ്രാഗ്. അപ്പോൾ ക്ലച്ച് ഡ്രാഗ് ആണ് ഇതിൻ്റെ ആൻസർ വരുന്നത്. ദ നെക്സ്റ്റ് വൺ, a wet clutch is more preferred to a dry clutch. Option A, when it is desired to disengage the clutch speedily. Option B, when it is desired to transmit large amount of torque effectively. Option C, when it is desired to achieve longer life. Option D, all of the above. ഇവിടുത്തെ ആൻസർ വരുന്നത് വെൻ ഇറ്റ് ഈസ് ഡിസൈഡ് ടു അച്ചീവ് ലോങ്ങർ ലൈഫാണ്. അപ്പോൾ അതുകൊണ്ടാണ് വെറ്റ് ക്ലച്ച് പ്രിഫയർ ആവുന്നത്. ദ നെക്സ്റ്റ് വൺ, ഇൻ കേസ് ഓഫ് എ ഫ്രിക്ഷൻ ക്ലച്ച് ദ പ്രഷർ പ്ലേറ്റ് ഹെൽഡ് എഗെയിൻസ്റ്റ് ദ ക്ലച്ച് പ്ലേറ്റ് ബൈ. ഓപ്ഷൻ എ, ത്രസ്റ്റ് ബെയറിങ്. ഓപ്ഷൻ ബി, ത്രസ്റ്റ് സ്പ്രിങ്. ഓപ്ഷൻ സി, ക്ലച്ച് പെഡൽ. ഓപ്ഷൻ ഡി, ക്ലച്ച് റിലീസ് ലിവേഴ്സ്. ഇവിടെ ത്രസ്റ്റ് സ്പ്രിങ്ങിൻ്റെ സഹായത്താലാണ് ആ ഒരു സംഭവം നടക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ ആൻസർ ത്രസ്റ്റ് സ്പ്രിങ്സ് ആണ്. ദ നെക്സ്റ്റ് വൺ, ദ ടേം ക്ലച്ച് സ്ലിപ്പ് ആസ് അപ്ലൈഡ് ടു എ ഫ്ലൂയിഡ് ഫ്ലൈവീൽ. ഓപ്ഷൻ എ, ഡിക്രീസസ് വിത്ത് ദ സ്പീഡ് ഓഫ് ദ ഡ്രൈവിംഗ് ഷാഫ്റ്റ്. ഓപ്ഷൻ ബി, ഇൻക്രീസസ് വിത്ത് ദ സ്പീഡ് ഓഫ് ഡ്രൈവിംഗ് ഷാഫ്റ്റ്. Option C, remains steady at all speeds of the driving shaft. Option D, remains steady at all speeds of the driven shaft. അപ്പോൾ ഇതിൻ്റെ ആൻസർ വരുന്നത് ഡിക്രീസസ് വിത്ത് ദ സ്പീഡ് ഓഫ് ഡ്രൈവിംഗ് ഷാഫ്റ്റ്. ഓപ്ഷൻ എ ആയിട്ടുള്ള ഡിക്രീസസ് വിത്ത് ദ സ്പീഡ് ഓഫ് ഡ്രൈവിംഗ് ഷാഫ്റ്റ് ആണ് ആൻസർ വരുന്നത്. ദ നെക്സ്റ്റ് വൺ, എ സ്ലൈഡിംഗ് മെഷ് gearbox has a gear ratio 4:1 at the third gear position. The clutch shaft gear has 15 teeth and it is mating lay shaft gear is having 45 teeth. The main shaft gear contains 28 teeth. The mating lay shaft gear should have
അപ്പോൾ ഇത് ഗിയർ റേഷ്യോ എഴുതി പ്രോബ്ലം എഴുതി നോക്കിയാലാണ് നമുക്കിതിൻ്റെ ആൻസർ കിട്ടുക. അതിൻ്റെ ആൻസർ വരുന്നത് 21 ടീത്ത് ആണ്. ഓപ്ഷൻ ഡി ആയിട്ടുള്ള 21 ടീത്ത് ആണ് ആൻസർ വരുന്നത്. The next one, which one of the following is a false statement as regards to a synchromesh gearbox? Option A, the synchronizing unit is locked to the main shaft. Option B, main shaft gears are always free to rotate on main shaft. Option C, main shaft gears and the corresponding lay shaft gears are always in constant mesh. Option D, at the particular gear position, power flow takes place from main shaft gear to the synchronizing unit and them to the main shaft. ഇതിൻ്റെ ആൻസർ വരുന്നത് ദ സിങ്ക്രണൈസിങ് യൂണിറ്റ് ഈസ് ലോക്ക്ഡ് ടു മെയിൻ ഷാഫ്റ്റ് എന്നുള്ളതാണ്. അപ്പോൾ അത് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഓപ്ഷൻ എ ആണ് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് വരുന്നത്. ദ നെക്സ്റ്റ് വൺ, വിച്ച് ട്രാൻസ്മിഷൻ യൂണിറ്റ് ഈസ് യൂസ്ഡ് ടു ടേൺ ദ ഡ്രിവൺ ഷാഫ്റ്റ് ഫാസ്റ്റർ ദാൻ ഡ്രൈവിംഗ് ഷാഫ്റ്റ്? ഓപ്ഷൻ എ, പവർ ടേക്ക് ഓഫ് യൂണിറ്റ്. ഓപ്ഷൻ ബി, ഡിഫറൻഷ്യൽ. ഓപ്ഷൻ സി, ഓവർ റൈഡ്. ഓപ്ഷൻ ഡി, ഫ്രീ വീലിംഗ് ഡിവൈസ്. അപ്പോൾ ഓവർ റൈഡാണ് യൂസ് ചെയ്യുന്നത്. ഇതിൻ്റെ ആൻസർ ഓവർ റൈഡാണ് വരുന്നത്. ഓപ്ഷൻ സി, ഓവർ റൈഡ്. ദ നെക്സ്റ്റ് വൺ, ദ പാർട്ട് ഓഫ് എ ടോർക്ക് കൺവേർട്ടർ ദാറ്റ് ഫെസിലിറ്റേറ്റ്സ് ചേഞ്ച് ഓഫ് ടോർക്ക് ബിറ്റ്വീൻ ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് ഷാഫ്റ്റ് ഈസ് ദ? ഓപ്ഷൻ എ, ടർബൈൻ. ഓപ്ഷൻ ബി, ഇംപെല്ലർ. ഓപ്ഷൻ സി, സ്റ്റേറ്റർ. ഓപ്ഷൻ ഡി, ഫ്രീ വീല്. അപ്പോൾ ഇവിടെ സ്റ്റേറ്റർ ആണ് ആൻസർ വരുന്നത്. ഓപ്ഷൻ സി, stator. The next one, the type of gears used for transmitting power between two non-intersecting perpendicular shafts is? Option A, hypod gears. Option B, straight bevel gears. Option C, spiral bevel gears. Option D, herringbone gears. ഇവിടെ ആൻസർ ഹൈപ്പോയിഡ് ഗിയേഴ്സ് ആണ്. The next one, the components of an automobile transmission system that facilitate the drive to turn at right angles are? Option A, planet pinion and sun gear. Option B, bevel pinion and sun gear. Option C, crown wheel and sun gear. Option D, bevel pinion and crown wheel. അപ്പോൾ ലാസ്റ്റ് ഓപ്ഷൻ ആയിട്ടുള്ള bevel pinion and crown wheel ആണ് ഇതിൻ്റെ ആൻസർ വരുന്നത്. അപ്പോൾ അതാണ് റൈറ്റ് ആംഗിൾ ടേൺ ചെയ്യാൻ സഹായിക്കുന്നത്. ബാക്കിയെല്ലാം സ്പീഡ് വേരിയേഷൻ, അതായത് ഡിഫറൻഷ്യൽ യൂണിറ്റിലുള്ള ബാക്കി എലമെൻസുകളാണ് ബാക്കിയുള്ളതെല്ലാം. അപ്പോൾ അത് സ്പീഡ് വേരിയേഷൻ, ലെഫ്റ്റും റൈറ്റും പല രീതിയിലുള്ള സ്പീഡ് വേരിയേഷൻ പോസിബിൾ ആക്കുന്നതിനാണ് സഹായിക്കുന്നത്. ഇവിടുത്തെ ആൻസർ ഓപ്ഷൻ ഡി ആണ്. ദ നെക്സ്റ്റ് വൺ, ഓൾ ടൈപ്സ് ഓഫ് റിയർ ലൈവ് ആക്സിൽസ് ഹാവ് ടു ടേക്ക്? ഓപ്ഷൻ എ, ടോർക്ക് റിയാക്ഷൻ. ഓപ്ഷൻ ബി, ഡ്രൈവിംഗ് ടോർക്ക്. ഓപ്ഷൻ സി, വെയിറ്റ് ഓഫ് ദ വെഹിക്കിൾ. ഓപ്ഷൻ ഡി, ഓൾ ഓഫ് ദി എബോവ്. ഇവിടെ ഡ്രൈവിംഗ് ടോർക്കാണ് ആൻസർ വരുന്നത്. അപ്പോൾ ലൈവ് ആക്സിലൊക്കെ ഡ്രൈവിംഗ് ടോർക്ക് ടേക്ക് ചെയ്യുന്ന രീതിയിലായിരിക്കും വരുന്നത്. ദ നെക്സ്റ്റ് വൺ, വിച്ച് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ട്രൂ ഇൻ ദ കോണ്ടെക്സ്റ്റ് ഓഫ് എ ടോർക്ക് ട്യൂബ് ടൈപ്പ് rear axle drive? Option A, side thrust is taken by the torque tube. Option B, no universal joint is required. Option C, no slip joint is required. Option D, no shackle is required. അപ്പോൾ ടോർക്ക് ട്യൂബ് ടൈപ്പ് റിയർ ആക്സിൽ ഡ്രൈവ് ആവുന്ന സമയത്ത് നമുക്ക് സ്ലിപ്പ് ജോയിൻറ്റിൻ്റെ ആവശ്യം വരുന്നില്ല. നോ സ്ലിപ്പ് ജോയിൻ്റ് ഈസ് റിക്വയർഡ് ആണ് വരുന്നത്. ടോർക്ക് ട്യൂബ് ടൈപ്പ് റിയർ ആക്സിൽ ആവുന്ന സമയത്ത് നോ സ്ലിപ്പ് ജോയിൻ്റ് ഈസ് റിക്വയർഡ്. ദ നെക്സ്റ്റ് വൺ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് കൺസിഡേർഡ് ഫോർ കാൽക്കുലേറ്റിംഗ് ദ
അൺസ്പ്രങ് വെയിറ്റ്. ഓപ്ഷൻ എ സ്റ്റിയറിംഗ് നക്കിൾ, ഓപ്ഷൻ ബി ബ്രേക്സ്, ഓപ്ഷൻ സി ആക്സിൽസ്, ഓപ്ഷൻ ഡി ഷാസി ഫ്രെയിം. ഷാസി ഫ്രെയിമാണ് കൺസിഡർ ചെയ്യാത്ത എലമെൻറ്റ്. ഓപ്ഷൻ ഡി ആണ് ഇവിടുത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ വരുന്നത്. ദ നെക്സ്റ്റ് വൺ, കോയിൽ സ്പ്രിങ്സ് യൂസ്ഡ് ഫോർ ഓട്ടോമൊബൈൽ സസ്പെൻഷൻ സിസ്റ്റം ക്യാൻ വിത്ത്സ്റ്റാൻഡ്. ഓപ്ഷൻ എ ഷിയർ സ്ട്രെസ് ആൻഡ് ടോർക്ക് റിയാക്ഷൻ, ഓപ്ഷൻ ബി ഷിയർ സ്ട്രെസ് ആൻഡ് സൈഡ് ത്രസ്റ്റ്, ഓപ്ഷൻ സി ബെൻഡിങ് സ്ട്രെസ് ആൻഡ് സൈഡ് ത്രസ്റ്റ്, ഓപ്ഷൻ ഡി ബെൻഡിങ് ആൻഡ് ഷിയർ സ്ട്രെസ്. 64 ഡി ആണ് ആൻസർ വരുന്നത്, ബെൻഡിങ് ആൻഡ് ഷിയർ സ്ട്രെസ്. The next one, in a MacPherson strut type of independent suspension, the coil spring is arranged. Option A, between the lower wishbone and the cross member. Option B, between the lower wishbone and the strut. Option C, between the strut and the cross member. Option D, on a strut carrying the shock absorber. അപ്പോൾ അതിൽ ആൻസർ വരുന്നത് ഡി തന്നെയാണ്, ഓൺ എ സ്ട്രറ്റ് ക്യാരിയിങ് ദ ഷോക്ക് അബ്സോർബർ. ദ നെക്സ്റ്റ് വൺ, ഇൻ എ റിവേഴ്സ്ഡ് എല്ലിയോട്ട് ടൈപ്പ് സ്റ്റബ് ആക്സിൽ ദ കിങ് പിൻ ഈസ് ലോക്ക്ഡ് ടു ദ. ഓപ്ഷൻ എ സ്റ്റബ് ആക്സിൽ, ഓപ്ഷൻ ബി ഫ്രണ്ട് ആക്സിൽ, ഓപ്ഷൻ സി ത്രസ്റ്റ് വാഷർ, ഓപ്ഷൻ ഡി ത്രസ്റ്റ് വാഷർ ആൻഡ് ഫ്രണ്ട് ആക്സിൽ. ഈ ഒരു ക്വസ്റ്റ്യൻ PSC ക്യാൻസൽ ചെയ്തിരിക്കുകയാണ്. ദ നെക്സ്റ്റ് വൺ, the steering geometry that aids directional stability is. Option A, kingpin inclination, option B, toe out, option C, positive camber, option D, positive caster. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനും PSC ക്യാൻസൽ ചെയ്തിട്ടുണ്ട്. The next one, Ackermann steering mechanism is popularly employed to steer the front wheels because it gives correct steering at all steering positions. Option B, it is a simple mechanism. Option C, it ensures effortless steering. Option D, all of the above. അപ്പോൾ ഇറ്റ് ഈസ് എ സിമ്പിൾ മെക്കാനിസം ആണ് ഇതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത്. സിമ്പിൾ മെക്കാനിസം ആണ് ആക്കർമാൻ ഷെയറിംഗ് മെക്കാനിസം. സോ അതുകൊണ്ട് തന്നെ മോസ്റ്റ് പോപ്പുലർലി യൂസ് ചെയ്യുന്നു. The next one, which is not the advantages of low aspect ratio tires. Option A, comfortable ride, option B, better load carrying capacity, option C, less wear, option D, high cornering power. അപ്പോൾ അത് കംഫർട്ടബിൾ റൈഡാണ് പ്രൊവൈഡ് ചെയ്യുന്നത്, അതാണ് ഇവിടുത്തെ ആൻസർ വരുന്നത്. അപ്പോൾ അത് ലോ ആസ്പെക്റ്റ് റേഷ്യോ ടയറിൻ്റെ അഡ്വാൻറ്റേജ് അല്ല, ബാക്കിയുള്ളതെല്ലാം അതിൻ്റെ അഡ്വാൻറ്റേജ് ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇവിടുത്തെ ആൻസർ കംഫർട്ടബിൾ റൈഡ്. ദ നെക്സ്റ്റ് വൺ, സർക്കംഫറൻഷ്യൽ ഗ്രൂവ്സ് ഓൺ ഓട്ടോമൊബൈൽ. ഓപ്ഷൻ എ, പ്രൊവൈഡ് ഗുഡ് ട്രാക്ഷൻ, ഓപ്ഷൻ ബി, റെഡ്യൂസ് ദ danger of skidding, option C, prevent small stones sticking to the tire, option D, increase load carrying capacity. അപ്പോൾ ഇത് ടയറിൻ്റെ കേസിലുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. സർക്കംഫറൻഷ്യൽ ഗ്രൂവ്സ് ഓൺ ഓട്ടോമൊബൈൽ ടയർ എന്നാവണം ക്വസ്റ്റ്യൻ. അപ്പോൾ ഇവിടുത്തെ ആൻസർ വരുന്നത് റെഡ്യൂസ് ദ ഡേഞ്ചർ ഓഫ് സ്കിഡിങ് ആണ്. അപ്പോൾ സർക്കംഫറൻഷ്യൽ ഗ്രൂവ് ഉണ്ടെങ്കിൽ സ്കിഡിങ്ങിൻ്റെ ടെൻഡൻസി കുറയ്ക്കാൻ സഹായിക്കും. ഓപ്ഷൻ ബി ആണ് ആൻസർ. ദ നെക്സ്റ്റ് വൺ, കമ്പയർഡ് ടു ക്രോസ് പ്ലൈ ടയർ, ദ റേഡിയൽ പ്ലൈ ടയർ ഹാസ് ദ ഡിസഡ്വാൻറ്റേജ് ഓഫ് സ്മോളർ സ്ലിപ്പ് ആംഗിൾസ്, ലോവർ റോളിംഗ് റെസിസ്റ്റൻസ്, ഹൈ കോർണറിംഗ് പവർ, അൺകംഫർട്ടബിൾ റൈഡ് അറ്റ് ലോ സ്പീഡ്സ്. അപ്പോൾ ഇവിടുത്തെ ആൻസർ വരുന്നത് അൺകംഫർട്ടബിൾ റൈഡ് അറ്റ് ലോ സ്പീഡ്സ് ആണ്. ദ നെക്സ്റ്റ് വൺ, ടയർ റൊട്ടേഷൻ ഈസ് റെക്കമെൻഡഡ് മെത്തേഡ് ടു ഈക്വലൈസ് ദ ടയർ വെയർ. ഇൻ ഡൂയിങ് ദ ടയർ റൊട്ടേഷൻ
Generally, the spare wheel will be fitted to the option A front left side, option B front right side, option C rear right side, option D rear left side. അപ്പോൾ ഓപ്ഷൻ സി റിയർ റൈറ്റ് സൈഡ് ആണ് ഇതിൻ്റെ ആൻസർ വരുന്നത്. The next one, a car which runs along a straight level road at a speed of 36 km per hour is brought to rest in 2 seconds by applying the brakes. The stopping distance is option A 5 meter, option B 10 meter, option C 12.5 meter, option D 15 meters. ഇതിലെ ആൻസർ വരുന്നത് 10 മീറ്റർ ആണ്. ഓപ്ഷൻ ബി 10 മീറ്റർ. The next one, bypass port in a master cylinder helps to option A fill the brake fluid in compression chamber when brakes are applied, option B destroy the vacuum created in the compression chamber at the moment when brake pedal is released, option C convey the excess fluid accumulated in the compression chamber to the reservoir after brake released, option D return the brake fluid to the compression chamber after brakes are released. അപ്പോൾ ഇതിൻ്റെ ആൻസർ വരുന്നത് സി ആണ്. കൺവേ ദ എക്സസ് ഫ്ലൂയിഡ് അക്യുമുലേറ്റഡ് ഇൻ ദ കംപ്രഷൻ ചേംബർ ടു ദ റിസർവോയർ ആഫ്റ്റർ ബ്രേക്സ് ആർ റിലീസ്ഡ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ബൈപ്പാസ് പോർട്ട് മാസ്റ്റർ സിലിണ്ടറിൽ നമ്മളെ സഹായിക്കുന്നത്. ദ നെക്സ്റ്റ് വൺ, ഇൻ ആൻ എയർ ബ്രേക്ക് സിസ്റ്റം when the brake pedal is freed to deactivate the brakes, the high pressure air from the lines is released through the option A unloader valve, option B breather hole in the brake chamber, option C fluid check valve in the reservoir, option D exhaust port in the brake valve. ഓപ്ഷൻ ഡി ആണ് ആൻസർ വരുന്നത്, exhaust port in the brake valve. The next one, which of the following is a drawback of disc brakes when compared to drum brake? Option A high intensity of pressure on friction pads, option B better anti-fade characteristics, option C low unsprung weight, option D low thermal expansion of friction surfaces. ഓപ്ഷൻ എ ആണ് ആൻസർ വരുന്നത്, ഹൈ ഇൻറ്റൻസിറ്റി ഓഫ് പ്രഷർ ഓൺ ഫ്രിക്ഷൻ പാഡ്സ്. അപ്പോൾ അതാണ് ഡിസ്ക് ബ്രേക്കിൻ്റെ ഒരു ഡ്രോബാക്ക് എന്ന് പറയുന്നത്. ദ നെക്സ്റ്റ് വൺ, ദ കോമ്പണൻറ്റ് ഓഫ് ആൻ എയർ ബ്രേക്ക് സിസ്റ്റം ദാറ്റ് ആക്ച്വേറ്റ്സ് ദ ബ്രേക്ക് ഷൂ കാം ഈസ് ഓപ്ഷൻ എ ബ്രേക്ക് ചേംബർ, ഓപ്ഷൻ ബി ബ്രേക്ക് വാൽവ്, ഓപ്ഷൻ സി കാലിപ്പർ, ഓപ്ഷൻ ഡി എക്സ്പാൻഡർ. ഇവിടെ ബ്രേക്ക് ചേംബറാണ് യൂസ് ചെയ്യുന്നത്. ഓപ്ഷൻ എ ആണ് ആൻസർ വരുന്നത്. ദ നെക്സ്റ്റ് വൺ, ദ പർപ്പസ് ഓഫ് സർക്കംഫറൻഷ്യൽ ഫിൻസ് കൺസ്ട്രക്റ്റഡ് ഓൺ ദ ഔട്ടർ പെരിഫറി ഓഫ് ദ ബ്രേക്ക് ഡ്രം ഈസ് ടു ഓപ്ഷൻ എ റെഡ്യൂസ് ദ വെയിറ്റ് ഓഫ് ദ ഡ്രം, ഓപ്ഷൻ ബി റെഡ്യൂസ് ദ ബ്രേക്ക് നോയ്സ്, ഓപ്ഷൻ സി ഗ്യാരണ്ടി യൂണിഫോം ഇൻറ്റൻസിറ്റി ഓഫ് പ്രഷർ, ഓപ്ഷൻ ഡി ലോവർ ദ ബ്രേക്ക് ഓപ്പറേറ്റിംഗ് ടെമ്പറേച്ചർ. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് ആൻസർ വരുന്നത്. ബ്രേക്ക് ഓപ്പറേറ്റിംഗ് ടെമ്പറേച്ചർ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് സർക്കംഫറൻഷ്യൽ ഫിന്ന് യൂസ് ചെയ്യുന്നത്. ദ നെക്സ്റ്റ് വൺ, ദ ടൈപ്പ് ഓഫ് റിഫ്ലക്ടർ യൂസ്ഡ് ഫോർ ഓട്ടോമൊബൈൽ ഹെഡ് ലാമ്പ് ഈസ് ഓപ്ഷൻ എ എലിപ്റ്റിക്കൽ, ഓപ്ഷൻ ബി പാരാബോളിക്, ഓപ്ഷൻ സി ഹൈപ്പർബോളിക്, ഓപ്ഷൻ ഡി സ്ഫെരിക്കൽ. അവിടെ ആൻസർ വരുന്നത് പാരാബോളിക് ആണ്. പാരാബോളിക് റിഫ്ലക്ടറാണ് ഹെഡ് ലാമ്പിൽ യൂസ് ചെയ്യുന്നത്. ദ നെക്സ്റ്റ് വൺ, an oxidation catalyst that commonly used in catalytic converter is option A tungsten, option B chromium, option C rhodium, option D platinum. അപ്പോൾ പ്ലാറ്റിനം ആണ് ഓക്സിഡേഷൻ കാറ്റലിസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത് കാറ്റലിസ്റ്റിക് കൺവേർട്ടറിൽ. ഓപ്ഷൻ ഡി ആണ് ആൻസർ. ദ നെക്സ്റ്റ് വൺ, എ 3-way catalytic converter is used to control the emissions due to option A unburned hydrocarbons,
carbon monoxide and oxides of nitrogen. Option B, unburned hydrocarbons, carbon monoxide and oxides of sulfur. Option C, unburned hydrocarbons, greenhouse gas and oxides of sulfur. Option D, unburned hydrocarbons, greenhouse gas and oxides of nitrogen. ഇവിടെ ഓപ്ഷൻ എ ആണ് ആൻസർ വരുന്നത്. അൺബേൺഡ് ഹൈഡ്രോകാർബൺസ്, കാർബൺ മോണോക്സൈഡ് ആൻഡ് ഓക്സൈഡ്സ് ഓഫ് നൈട്രജൻ. അപ്പോൾ അത് പ്രിവെൻറ്റ് ചെയ്യാനാണ് ഇത് യൂസ് ചെയ്യുന്നത്. The next one, an aerodynamic device mounted usually at the rear of an automobile to reduce lift at high speeds. Option A, stabilizer rod. Option B, panhard rod. Option C, spoiler. Option D, radius rod. അപ്പോൾ സ്പോയിലർ ആണ് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ കാറിൻ്റെ ബാക്കിലൊക്കെ നമുക്ക് ഈ ഒരു സ്പോയിലർ എന്ന് പറയുന്ന യൂണിറ്റ് കാണാവുന്നതാണ്. The next one, as per the BIS standards 2000 specification, the permissible amount of sulfur content in gasoline is limited to 1000 ppm, 1500 ppm, 2000 ppm, 2500 ppm. ഇതിൻ്റെ ആൻസർ വരുന്നത് 1000 ppm ആണ്. The next one, as per the Motor Vehicle Act 1988, the maximum speed limit for motorcycle അപ്പോൾ അത് 50 km/h ആണ് ആൻസർ വരുന്നത്. ആൻഡ് ദ നെക്സ്റ്റ് വൺ, ആസ് പെർ ദ സെക്ഷൻ 4 ഓഫ് മോട്ടോർ വെഹിക്കിൾ ആക്ട് 1988, the minimum age limit for obtaining driving license to drive transport vehicle is 20 years ആണ്. അപ്പോൾ 1988 റൂള് പ്രകാരം 20 years ആണ് ഡ്രൈവിംഗ് ലൈസൻസിനുള്ള ട്രാൻസ്പോർട്ട് വെഹിക്കിൾ ഡ്രൈവ് ചെയ്യാനുള്ള ഏജ് ലിമിറ്റായിട്ട് പറയുന്നത്. The next one, an automobile engine is an example of option A, closed system. Option B, open system. Option C, isolated system. Option D, both closed and isolated system. ഓപ്ഷൻ ബി ആണ് ആൻസർ വരുന്നത്. ഓപ്പൺ സിസ്റ്റം ആണ്. ദ നെക്സ്റ്റ് വൺ, ദ മാക്സിമം പോസിബിൾ തെർമൽ എഫിഷ്യൻസി ഓഫ് എ ഹീറ്റ് എഞ്ചിൻ ഈസ് ലിമിറ്റഡ് ബൈ. ഓപ്ഷൻ എ, സീറോത്ത് ലോ ഓഫ് തെർമോഡൈനാമിക്സ്. ഓപ്ഷൻ ബി, ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്. ഓപ്ഷൻ സി, സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്. ഓപ്ഷൻ സി, തേർഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്. അപ്പോൾ അത് സെക്കൻഡ് ലോയിലാണ് ഈ എൻജിൻ്റെ കാര്യങ്ങളും തെർമൽ എഫിഷ്യൻസിനെ പറ്റിയൊക്കെ പറയുന്നത്. അപ്പോൾ സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് ആണ് ഇതിൽ ആൻസർ വരുന്നത്. കെൽവിൻ പ്ലാങ്ക് സ്റ്റേറ്റ്മെൻറ്റിൻ്റെ പ്രകാരമാണ് നമ്മൾ ഈ ഒരു എഫിഷ്യൻസിയൊക്കെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ദ നെക്സ്റ്റ് വൺ, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ തെർമോഡൈനാമിക് പ്രോപ്പർട്ടി? ഓപ്ഷൻ എ, എൻട്രോപ്പി. ഓപ്ഷൻ ബി, പ്രഷർ. ഓപ്ഷൻ സി, വോളിയം. ഓപ്ഷൻ ഡി, ഹീറ്റ്. ഓപ്ഷൻ ഡി, ഹീറ്റാണ് തെർമോഡൈനാമിക് പ്രോപ്പർട്ടി അല്ലാത്തത്. അപ്പോൾ എൻട്രോപ്പി, പ്രഷർ, വോളിയം എന്നൊക്കെ പറയുന്നത് തെർമോഡൈനാമിക് പ്രോപ്പർട്ടീസാണ്. അപ്പോൾ ഹീറ്റ് എന്ന് പറയുന്നത് ഒരു പ്രോപ്പർട്ടി അല്ല. ദ നെക്സ്റ്റ് വൺ, എ ഹൈ വിസ്കോസിറ്റി ഇൻഡെക്സ് ഓഫ് ലൂബ്രിക്കേറ്റിംഗ് ഓയിൽ ഇൻഡിക്കേറ്റ്സ്. ഓപ്ഷൻ എ, റിലേറ്റീവ്ലി ലിറ്റിൽ ചേഞ്ച് ഓഫ് വിസ്കോസിറ്റി വിത്ത് ചേഞ്ച് ഓഫ് പ്രഷർ. ഓപ്ഷൻ ബി, റിലേറ്റീവ്ലി ലാർജ് ചേഞ്ച് ഓഫ് വിസ്കോസിറ്റി വിത്ത് ചേഞ്ച് ഓഫ് പ്രഷർ. ഓപ്ഷൻ സി, റിലേറ്റീവ്ലി ലിറ്റിൽ ചേഞ്ച് ഓഫ് വിസ്കോസിറ്റി വിത്ത് ചേഞ്ച് ഓഫ് ടെമ്പറേച്ചർ. ഓപ്ഷൻ ഡി, റിലേറ്റീവ്ലി ലാർജ് ചേഞ്ച് ഓഫ് വിസ്കോസിറ്റി വിത്ത് ചേഞ്ച് ഓഫ് ടെമ്പറേച്ചർ. ഓപ്ഷൻ സി ആണ് ഇതിൻ്റെ ആൻസർ, റിലേറ്റീവ്ലി ലിറ്റിൽ ചേഞ്ച് ഓഫ് വിസ്കോസിറ്റി വിത്ത് ചേഞ്ച് ഓഫ് ടെമ്പറേച്ചർ. അപ്പോൾ അങ്ങനെയുള്ള ലൂബ്രിക്കേറ്റിംഗ് ഓയിലിനാണ് ഹൈ വിസ്കോസിറ്റി ഇൻഡെക്സ് ഉണ്ടെന്ന് നമ്മൾ പറയാം. ദ നെക്സ്റ്റ് വൺ, ഭാരത് സ്റ്റേജ് 3 വുഡ് കം ഇൻ ടു ഫോഴ്സ് നാഷണൽ വൈഡ് ഫ്രം. ഓപ്ഷൻ എ, 1 March 2010. ഓപ്ഷൻ ബി, 1 April 2010. ഓപ്ഷൻ സി, 1 April 2011. ഓപ്ഷൻ ഡി, 1 March 2011. ഓപ്ഷൻ ബി ആണ് ഇവിടുത്തെ ആൻസർ, 1 April 2010. The next one,
India started to adopt European emission norms in the year? Option A 1998, 1999, 2000, 2001. അപ്പോൾ 2000 ആണ് ആൻസർ വരുന്നത്. യൂറോപ്യൻ എമിഷൻ നോംസ് 2000 സ്റ്റാർട്ടായത്. The next one, the principal use of an engine dynamometer is to measure. Option A torque developed by the engine. Option B power developed by the engine. Option C thermal efficiency of the engine. Option D net work done by the engine. ഓപ്ഷൻ എ ആണ് ടോർക്ക് ഡെവലപ്ഡ് ബൈ ദ എൻജിൻ കണ്ടുപിടിക്കാനാണ് ഡൈനാമോമീറ്റർ യൂസ് ചെയ്യുന്നത്. ദ നെക്സ്റ്റ് വൺ, വിച്ച് എമോങ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ മെറിറ്റ് ഓഫ് ഫ്രണ്ട് എൻജിൻ വിത്ത് ഫ്രണ്ട് വീൽ ഡ്രൈവ് വെഹിക്കിൾ? ഓപ്ഷൻ എ ബെറ്റർ ട്രാക്റ്റീവ് എഫേർട്ട് വെൻ ഗോയിങ് അപ്പ് ഹിൽ. ഓപ്ഷൻ ബി ബെറ്റർ റോഡ് അഡ്ഹീഷൻ. ഓപ്ഷൻ സി ഇംപ്രൂവ്ഡ് റൈഡിംഗ് പെർഫോമൻസ്. ഓപ്ഷൻ ഡി ലെസ് ടെൻഡൻസി ടു സ്കിഡിങ്. അപ്പോൾ ബെറ്റർ ട്രാക്റ്റീവ് എഫേർട്ട് വെൻ ഗോയിങ് അപ്പ് ഹില്ലാണ് ആൻസർ വരുന്നത്. ഓപ്ഷൻ എ ആണ് ആൻസർ. ദ നെക്സ്റ്റ് വൺ, എൻജിൻ പ്ലേസ്ഡ് അറ്റ് ദ റിയർ വിത്ത് റിയർ ആക്സിൽസ് ആസ് ലൈവ് ആക്സിൽസ്. ഓപ്ഷൻ എ ensures better stability at high speeds, ensure simple mechanism to operate engine and transmission system. Option C ensure greater accessibility for service and repair. Option D ensure lower overall height. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ PSC ക്യാൻസൽ ചെയ്തിട്ടുണ്ട്. The next one, the most attractive feature of an engine made of aluminum alloy is. ഓപ്ഷൻ എ കോൾഡ് ഈസി കോൾഡ് സ്റ്റാർട്ടിങ്. ഓപ്ഷൻ ബി ലോ എൻജിൻ നോയ്സ് ലെവൽ. ഓപ്ഷൻ സി ലോ വെയ്റ്റ് ടു പവർ റേഷ്യോ. ഓപ്ഷൻ ഡി ലോ പ്രൊഡക്ഷൻ കോസ്റ്റ്. ഇതിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ലോ വെയ്റ്റ് ടു പവർ റേഷ്യോ ആണ്. ഓപ്ഷൻ സി ആണ് ആൻസർ. ദ നെക്സ്റ്റ് വൺ, എ റിംഗ് സ്പാനർ ഈസ് യൂഷ്വലി മാനുഫാക്ചേർഡ് ബൈ. ഓപ്ഷൻ എ ഡൈ കാസ്റ്റിംഗ്. ഓപ്ഷൻ ബി ഡ്രോ ഫോർജിങ്. ഓപ്ഷൻ സി എക്സ്ട്രൂഷൻ. ഓപ്ഷൻ ഡി സെൻട്രിഫ്യൂഗൽ കാസ്റ്റിംഗ്. ഇപ്പോൾ ഡ്രോ ഫോർജിങ് വഴിയാണ് റിംഗ് സ്പാനർ മാനുഫാക്ചർ ചെയ്യാറുള്ളത്. ദ നെക്സ്റ്റ് വൺ, പിസ്റ്റൺ കംപ്രഷൻ റിങ്സ് ആർ മെയ്ഡ് ഓഫ്. ഓപ്ഷൻ എ അലോയ് കാസ്റ്റ് അയൺ. ഓപ്ഷൻ ബി ബ്രാസ്. ഓപ്ഷൻ സി അലുമിനിയം. ഓപ്ഷൻ ഡി സ്പ്രിംഗ് സ്റ്റീൽ. അപ്പോൾ ഇവിടെ പിസ്റ്റൺ കംപ്രഷൻ റിങ്സ് മെയ്ഡ് ചെയ്യുന്നത് അലോയ് കാസ്റ്റ് അയൺ ഉപയോഗിച്ചിട്ടാണ്. ദ നെക്സ്റ്റ് വൺ, വിച്ച് എമോങ് ദ ഫോളോയിങ് ഈസ് എ സർഫസ് ഫിനിഷിംഗ് ഓപ്പറേഷൻ? ഓപ്ഷൻ എ സർഫസ് ഗ്രൈൻഡിങ്. ഓപ്ഷൻ ബി സെൻറ്റർലെസ് ഗ്രൈൻഡിങ്. ഓപ്ഷൻ സി ബഫിങ്. ഓപ്ഷൻ ഡി ഹോണിങ്. അപ്പോൾ സർഫസ് ഫിനിഷിംഗ് ഓപ്പറേഷനായിട്ട് ഓപ്ഷൻ ഡി ഹോണിങ് ആണ് ആൻസറായിട്ട് തന്നിരിക്കുന്നത്. ദ നെക്സ്റ്റ് വൺ, the stroke of an IC engines equals. Option A twice the crank radius. Option B the crank radius. Option C 4 times the crank radius. Option D half the crank radius. അപ്പോൾ twice the crank radius ആണ് ആൻസർ വരുന്നത്. The next one, the vehicle weight when it is not loaded with passengers and cargo but the inclusive of the weight of a full tank fuel is known as. Option A unladen weight. Option B curb weight. Option C gross vehicle weight. Option D unsprung weight. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനും PSC ക്യാൻസൽ ചെയ്തിരിക്കുകയാണ്. അസിസ്റ്റൻ്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ എന്ന എക്സാമിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്തത്. ഇപ്പോൾ 2009 നടന്ന എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് 206/2009 ക്വസ്റ്റ്യൻ പേപ്പർ കോഡ്. ഇപ്പോൾ PSCയുടെ ആൻസർ കീ പ്രകാരമുള്ള ആൻസറുകളാണ് നമ്മളിവിടെ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ ഉപകാരപ്രദമാകുകയാണെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സോ കീപ് വാച്ചിങ്. താങ്ക് യു.